ശ്രീ വി കെ സനോജ്, ഒന്ന് ഭരണവിരുദ്ധ വികാരം. നമ്മൾ മുഖ്യമന്ത്രി RC അമല സ്കൂളിൽ വോട്ട് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം നടത്തിയ പ്രതികരണം കേട്ടതാണ്. ഒരു ജേർണലിസ്റ്റ് ഇവിടെ സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ചതിന് മുഖ്യമന്ത്രി എന്താണ് കൊടുത്ത മറുപടി എന്നുള്ളത് നമുക്കറിയാം. അതായത് ഭരണ വിലയിരുത്തലാകും എന്ന പോയിന്റിൽ ഇലക്ഷൻ നടത്താൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ചോദ്യം പോലും മുഖ്യമന്ത്രി ആലോചനപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമമുണ്ടല്ലോ. ഇപ്പോൾ CAA റാലികൾ എല്ലായിടത്തും നടത്തുന്നു. കോൺഗ്രസ് ആ ഇലയിൽ കടിച്ചിട്ടില്ല എന്നുള്ളത് ഓർക്കണം. അത് വലിയൊരു വിഷയമായി, CAA പോലെയുള്ള വിഷയം പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തുന്നു. ന്യൂനപക്ഷങ്ങൾ രണ്ടാം തരം പൗരന്മാരായി മാറാതിരിക്കാൻ ഇടതുപക്ഷം വേണമെന്നുള്ള ഒരു നില സ്വീകരിക്കുന്നു. ആ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് വിജയം കണ്ടില്ല എന്ന് വേണമോ ഈ എക്സിറ്റ് പോളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ? 41-42% വോട്ട് UDFന് കൺസോളിഡേറ്റ് ആയിട്ട് കിട്ടുന്നു എന്ന് മാത്രമല്ല, ന്യൂനപക്ഷ വോട്ട് UDFൽ ഭദ്രവുമാണ് എങ്കിൽ നിങ്ങളുടെ ആ സ്ട്രാറ്റജി പരാജയപ്പെട്ടു പോയില്ലേ? അല്ല, പരാജയപ്പെട്ടു പോയിന്ന് നമ്മൾ ഇപ്പോഴേ അങ്ങ് പ്രഖ്യാപിച്ചാൽ എങ്ങനെയാണ്? ഇതിപ്പം BJPക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിനെയൊന്നും ഞങ്ങൾ ആ നിലയിൽ അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഇവിടെ രാജു പി നായർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. രാജു പി നായർ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം കേരളത്തിലെ ആളുകൾ പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഒന്നുകൂടി പറയുകയാണ്, കേരളത്തിലെ CPM BJPയുമായിട്ട് വല്ലാതെ സന്ധി ചെയ്യുന്നു, BJPയെ സഹായിക്കുന്ന നിലപാട് CPM സ്വീകരിക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് BJPയെ സഹായിക്കുന്നത്? ആരാണ് BJPയെ ഇത്രമാത്രം രാജ്യത്ത് വളരാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത്? രാജു പി നായരുടെ എത്ര മുഖ്യമന്ത്രിമാരാണ് ഇപ്പം BJPയുടെ പാളയത്തിൽ പോയി അവിടെ ഉന്നത പദവി അലങ്കരിക്കുന്നത്? നമ്മളിപ്പോൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്തൊരു സ്ഥലമാണല്ലോ മണിപ്പൂർ. ആ മണിപ്പൂർ അവിടെയുള്ള മുഖ്യമന്ത്രി ആരായിരുന്നു? ഹിമന്ത് ബിശ്വ ശർമ്മ ആരായിരുന്നു? മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ പോയി. SM കൃഷ്ണ എപ്പോഴാണ് പോയത്? നിങ്ങളിങ്ങനെ ഓരോ കാര്യം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങളാണ്, നിങ്ങളുടെ നേതൃത്വമാണ് ഒന്നടങ്കം BJP പാളയത്തിൽ പോയി BJPയെ സഹായിച്ചത്. CPIM എല്ലാ കാലത്തും ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനെന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഒരു ഇഞ്ച് ആ കാര്യത്തിൽ പുറകോട്ട് പോയിട്ടില്ല. നിങ്ങൾ ഈ കേരളത്തിൽ ആരോടാ പറയുന്നത് CPIM BJPയുമായി സന്ധി ചെയ്യുന്നു എന്ന്? കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കറിയാം, കേരളത്തിൽ ഈ ചർച്ച കേൾക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയാം. കേരളത്തിലെ CPIM BJP മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയത്തെ ജീവൻ കൊടുത്താണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് അതിനെയൊന്നും ചരിത്രം പറയുന്നില്ല. അതുകൊണ്ട് രാജു പി നായരുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവിൻ്റെയോ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് BJPയുമായി കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ സന്ധി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിച്ചേക്കും. കേരളത്തിലെ ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ ഇനി ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമാവുമോ? എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഭാവി? ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കുമോ? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തത്. അല്ലാതെ ഈ രാജു പി നായർ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല. ഇതിവരുടെ ആഗ്രഹമാണ്. കേരളത്തിൽ നഷ്ടപ്പെട്ട അധികാരം അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തി കേരളത്തിലെ സർക്കാരിനെ, കേരളത്തിലെ ഇടതുപക്ഷത്തെ ഒന്ന് ആക്രമിക്കുക. അപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായ വിമർശനം ഉന്നയിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് മടിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മളത് കണ്ടല്ലോ. ഇപ്പോൾ CAA വിഷയത്തിൽ ഞങ്ങൾ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. CAA വിഷയത്തിനകത്ത് ചട്ടങ്ങൾ കൊണ്ടുവന്ന ഘട്ടത്തിൽ ഇവരുടെ അഖിലേന്ത്യാ അധ്യക്ഷനോട് ചോദിച്ചല്ലോ എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായമെന്ന്. പഠിച്ചിട്ട് പറയാം എന്നല്ലേ പറഞ്ഞത്? അത് നമ്മൾ മറന്നുപോയോ? മല്ലികാർജുൻ ഖാർഗെക്ക് ഈ CAA വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇനി പഠിക്കാനുള്ളത്? അല്ല, ഈ വിഷയങ്ങളൊക്കെ ഇലക്ഷനിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളാണ് സനോജ്. അതിന്റെ വിലയിരുത്തലാണ് നടന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ മല്ലികാർജുൻ ഖാർഗെ പഠിക്കാൻ പോയിട്ട് പഠിച്ചോ എന്ന് ചോദ്യം ചോദിച്ചു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CAA ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചു. CAA ഞങ്ങൾ റാലി നടത്തി, എന്തുകൊണ്ടാണ് UDF റാലി നടത്താത്തതെന്ന് ചോദിച്ചു. കെ സുധാകരൻ BJP പോകുന്നവർ, ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു റിസൾട്ട് വരുമ്പോൾ നാളെ എനിക്ക് തോന്നുന്നു അക്കാര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ ക്യാമ്പയിനൊക്കെ വിജയിച്ചിട്ടുണ്ടോ, അതൊക്കെ ഏതെങ്കിലും തരത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നാളെ അറിയാനിരിക്കുകയാണ്.